ഗുഡ് മോർണിംഗ് വ്യൂസ്. ഞാൻ ഇന്നലെ ഒരു സ്റ്റേറ്റ് ബാങ്ക് സെല്ല് പറഞ്ഞിരുന്നു ഇന്നലെ ട്രെയിൻ. സോ സ്റ്റേറ്റ് ബാങ്ക് 788 വരെ പോയി, നൗ 775 വരെ രാവിലെ വന്നിരുന്നു. സോ ഐ തിങ്ക് നമ്മൾ ആ പൊസിഷൻ എക്സിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ ഇന്നലെ ആ പൊസിഷൻ രാവിലെ തന്നെ ഞാൻ എക്സിറ്റ് ചെയ്തു. സോ ദിസ് ഈസ് സ്റ്റേറ്റ് ബാങ്ക് ഇപ്പോഴാണ് ചെയ്യുന്നത് 718 സോ ഐ തിങ്ക് മസ്റ്റ് ഹാവ് ബുക്ക് ദ പ്രോഫിറ്റ് സ്റ്റേറ്റ് ബാങ്ക്. പിന്നെ ഞാനിന്ന് പറയാൻ ഒരു സ്റ്റോക്കിനെ കുറിച്ച് വിചാരിച്ചത് വർദ്ധമാൻ ടെക്സ്റ്റൈൽസ് എന്നൊരു കമ്പനിയെ കുറിച്ചിട്ട്. വർദ്ധമാൻ ടെക്സ്റ്റൈൽസിൻ്റെ CMP 446 ആണ്. അതിൻ്റെ പി ഉള്ളത് 15.22x പി ഉള്ളത്. മാർക്കറ്റ് ക്യാപ്പ് 12,897 കോടി മാർക്കറ്റ് ക്യാപ്പുള്ളൊരു കമ്പനിയാണ്. ഇറ്റ് ഈസ് ഓൾസോ പേയിങ് ഡിവിഡൻറ്റ്. നെറ്റ് ക്വാർട്ടർലി പ്രോഫിറ്റ് കാണിക്കുന്നത് 211 കോടി പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ക്വാർട്ടർലി പ്രോഫിറ്റ് വാരിയൻ്റ് 31.45 കാണിക്കുന്നുണ്ട്. ROCE 8.73 കാണിക്കുന്നുണ്ട്. CMP ടു ബുക്ക് വാല്യൂ 1.38. സോ അതിൻ്റെ സെയിൽസ് കാണിക്കുന്നത് 9,735 കോടി സെയിൽസ് കാണിക്കുന്നുണ്ട്. സോ അതിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് തന്നെ 43% പ്രോഫിറ്റ് കാണിക്കുന്നൊരു കമ്പനി വർദ്ധമാൻ ടെക്സ്റ്റൈൽസ്. അതൊരു ലോങ് ടേമിൽ ഹോൾഡ് ചെയ്യുന്ന കമ്പനി, ഫണ്ടമെൻ്റലി വെരി സ്ട്രോങ് കമ്പനി, നല്ല സ്ട്രോങ് പ്രൊമോട്ടേഴ്സാണ് വർദ്ധമാൻ ടെക്സ്റ്റൈൽസ്. അതുപോലെ തന്നെ വേറൊരു കമ്പനിയാണ് ഇൻഡോ കൗണ്ട് ഇൻഡസ്ട്രീസ്. അത് 272 രൂപ CMP ഉള്ളൂ. പക്ഷേ ഈ രണ്ട് കമ്പനിയും നോക്കുന്ന സമയത്ത് ഈ രണ്ട് കമ്പനി നല്ല കമ്പനി തന്നെയാണ്. ഇൻഡോകോട്ട് ഇൻഡസ്ട്രീസും മെയിൻലി ഈ ബെഡ്ഷീറ്റ്സ് ഇതൊക്കെ ഉണ്ടാക്കുന്ന US എക്സ്പോർട്ട് ചെയ്യുന്നൊരു വലിയൊരു കമ്പനിയാണ്. അവരുടെ മെയിൻ കസ്റ്റമേഴ്സൊക്കെ വാൾമാർട്ട് ഇതുപോലുള്ള കസ്റ്റമേഴ്സാണ്. സോ ഈ കമ്പനി നിങ്ങൾ വാച്ച് ചെയ്യുക. അതൊരു ലോങ് ടേം ആണ്, ഇൻട്രാഡേ ട്രേഡ് ഒന്നുമല്ല. സോ ഇന്നിപ്പം ഞാൻ കാണുന്നത് മൈക്രോസോഫ്റ്റ്, NVIDIA, ആൽഫബറ്റ്, ടെസ്ല, മെറ്റ, ആമസോൺ ഇതൊക്കെ ഹ്യൂജ് കറക്ഷനാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ റീറ്റെയിലേഴ്സ് ഞാൻ പറഞ്ഞില്ല, നൈക്കി, റാൽഫ് റോളൊക്കെ 15% ഒക്കെ ഡിക്ലൈൻ ചെയ്തിട്ടുള്ളത്. സോ അത് പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഒപെക്കിൻ്റെ ഓയിൽ പ്രൊഡക്ഷനും ഇന്ന് വളരെ അവരുടെ പ്രൊഡക്ഷൻ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ ആണ് ഇത് പറയുന്നത്. കാരണം വെച്ചാൽ ഈ ദുബായ് ഫ്രീ സോൺസ് നിങ്ങൾക്ക് അറിയാമല്ലോ, 0% ഇൻകം ടാക്സ്, ഫുൾ പ്രോഫിറ്റ് റിപ്പാർട്ടിയേഷൻ, നോ കസ്റ്റംസ് ഡ്യൂട്ടീസ് ഓൺ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്സ്. ഇത് ലോകത്തിലെ എല്ലാ സ്ഥലത്തും ഈ ടാരിഫിൽ ഇങ്ങനെ വരുമ്പോൾ ഈ ദുബായ് എങ്ങനെ ഇത് മാനേജ് ചെയ്യുന്നതെന്നൊക്കെ അറിയില്ല. ഇനിയിപ്പോൾ ദുബായിൽ കുറച്ച് കഴിയുമ്പോൾ ഈ പേഴ്സണൽ ഇൻകം ടാക്സ് വരും. നിങ്ങളുടെ സാലറിന് മുകളിൽ ടാക്സ് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊന്ന് ദർ ഈസ് നോ അട്രാക്ഷൻ ഇൻ UAE പോയി ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്. എനിവേ ഇതെൻ്റെ ഒരു പേഴ്സണൽ വ്യൂ മാത്രമാണ്. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മൈ